ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാഗമൺ കണ്ണമ്പടിയിലെ കലാറ്റുപാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മൾ സഹ്യോൻ മിസ്റ്റ് റിസോർട്ടിൽ താമസിച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന സ്ഥലത്ത് നമ്മുടെ വണ്ടിക്ക് തന്നെ പോകാം, കാറിന് പോകാം. പിന്നെ വീതി കുറവാണെന്നേ ഉള്ളൂ. നമ്മൾ ആദ്യമേ പോകേണ്ടത് വാഗമണ്ണിൽ നിന്നും ഉപ്പുതറ റോഡിൽ പോവുക. ഉപ്പുതറ റോഡിൽ പോകുമ്പോഴത്തേനൊരു 4 കിലോമീറ്റർ ചെല്ലുമ്പോഴത്തേനാണ് വളകോട് എന്നുള്ള ജംഗ്ഷൻ വരുന്നത്. വളകോട് ജംഗ്ഷനിൽ നിന്ന് ഒരു 4 കിലോമീറ്ററോടെ ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മൾ ഈ പറയുന്ന പിന്നെ കല്ലാറ്റുപാറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പറ്റും. നമ്മളിപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ വഴിയുടെ ലെഫ്റ്റ് സൈഡാണ് മുകൾ ഭാഗം. ലെഫ്റ്റ് സൈഡിലൊരു വീട് നല്ല വ്യൂവിൽ ഇരിപ്പുണ്ട്. അവർക്ക് ഇതെല്ലാം ആ വീട്ടിൽ നിന്ന് നല്ല ഇവിടുത്തെ ചുറ്റുമുള്ള വ്യൂസ് പിന്നെ കാണാൻ പറ്റും. വീടിൻ്റെ നേരെ എതിർവശത്തെ ഒരു പാറയാണ്. ആ പാറയുടെ അവിടെ നിന്നാണ് നമ്മളിത് കാണുന്നത്. ചുറ്റും വലിയ കുന്നുകളുണ്ട്. താഴ്വാരങ്ങളിൽ നടുക്കുണ്ട്. അവിടെ വീടുകളും നല്ല കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. നല്ല അവിടെ ഈ മഴ വെള്ളം കൊണ്ടുള്ള കുളം അവിടെ ഒരെണ്ണം വലിയൊരു കുളം ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്, പടുതാക്കുളം. നമ്മളിവിടുന്ന് പിന്നെ താഴോട്ടാണ് ഇറങ്ങുന്നത്. ഇതൊരു ചെറിയ പാറയുടെ മുകളിലാണ്. ആ താഴെ അങ്ങ് നേരെ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് പടുതാക്കുളം. ഈ മലയുടെ താഴ്ഭാഗത്ത് മുഴുവൻ നിറയെ പിന്നെ ഇതുപോലെ കൃഷികളും മരങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഈ വഴി പോകുന്നവരെല്ലാം ഇവിടെ വണ്ടി നിർത്തി ഈ വ്യൂ ഒന്ന് ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ വളകോട് എന്നുള്ള ജംഗ്ഷൻ കാണാം. വളകോട് എന്നുള്ള ജംഗ്ഷനിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരു 4 കിലോമീറ്റർ. അത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ടാർഡ് റോഡല്ല, അല്ലാതെ കോൺക്രീറ്റ് റോഡുണ്ട്. നമ്മൾ കാറിന് പോകാൻ ഒരു കുഴപ്പമില്ല. കാറിന് കട്ടറൊന്നുമില്ല, ബട്ട് വീതി കുറവാണ്. ഇത് കുറഞ്ഞ തന്നെ ഒരു വണ്ടിക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. എപ്പോഴും വണ്ടി വരുന്ന സ്ഥലമല്ല. നമ്മളങ്ങനെ ചെല്ലുമ്പോഴത്തേനുമാണ് പിന്നെ ഈ വെള്ളച്ചാട്ടം കാണുന്നത്. കല്ലാറ്റുപാറ വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ അവിടെ വഴിയിൽ നിന്ന് അവിടെ എൻ്റെ ഒരു കലങ്ങിന് അടിവഴിയാണ് അപ്പുറത്തെ സൈഡിലേക്ക് ഒഴുകി പോകുന്നത്. ഇവിടെ ഈ വെള്ളം ഒഴുകി വരുന്ന ഈ ഒരു ഇതിൻ്റെ ഇടതുവശത്തും ലെഫ്റ്റ് സൈഡിലാണ് ഈ വെള്ളച്ചാട്ടം നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഈ വെള്ളച്ചാട്ടത്തിന് ഇടതുവശത്തും വലതുവശത്തും നല്ല ഈ പിന്നെ ഇതിൻ്റെ നമ്മുടെ തോട്ടങ്ങളാണ്, ഏലത്തോട്ടങ്ങളാണ് രണ്ട് സൈഡിലും. ഇതിവിടെ ഈ ഒരു പാലത്തിൻ്റെ അടിവഴി ഒഴുകി അപ്പുറത്തെ സൈഡിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇതിൻ്റെ വഴിയുടെ വലതുവശത്ത് മൊത്തം പിന്നെ ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. വലിയ മരങ്ങളും അങ്ങനെയുള്ള ഒരു കാട് ഫോറസ്റ്റ് ലുക്കാണ്. അവിടെ കൃഷിയോ അങ്ങനെയുള്ളതൊന്നുമില്ല. പുറകോട്ട് നോക്കി കാണാം. ഇത് നമ്മൾ ആദ്യമേ കണ്ട പോലെ ആ റൈറ്റ് സൈഡ് വഴിയുണ്ട്. ഈവൻ ഇതിൻ്റെ അടി വരെയും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ വരെയും ജീപ്പ് എത്തുന്നുണ്ട്. നമുക്ക് ഞങ്ങൾ വരുമ്പോഴത്തേനും ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേ അവർ പോയി. നമ്മൾ ആൾ നിൽക്കുന്ന ഇതിലോടെ വന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ഇതിലൂടെ പാറ വഴി വന്ന് ആ സൈഡ് വഴി മുകളിലോട്ട് അങ്ങോട്ട് അവർ കയറി വരും. അവിടെ വരും മുകളിലോട്ട് ആ സൈഡ് വഴി പോകാൻ തോന്നുന്നു. അപ്പോൾ ആൾക്കാർ ഞങ്ങളിവിടെ നിന്നാണ് ഇത് വീക്ഷിച്ചത്. അതിൻ്റെ മുകളിലോട്ട് വലിഞ്ഞ് കയറിയില്ല. എവിടെ ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് വല്ലതും വീഴുകയോ ചെയ്താൽ നമ്മൾ കൂടുതൽ പിന്നെ പ്രശ്നമാണല്ലോ എന്ന് കരുതി ഞങ്ങളിവിടെ തുടങ്ങി താഴോട്ടുള്ള പിന്നെ വെള്ളച്ചാട്ടമാണ് ആസ്വദിച്ചത്. ഇവിടെ ഒരു കുഴി പോലെ, ഈ പാറയ്ക്കകത്തൊരു കുഴി പോലെയുള്ള സ്ഥലത്ത് വീണിട്ട് വെള്ളം ഒഴുകി പോവാണ്. ആ കുഴിയിലെല്ലാം പകുതി ഭാഗങ്ങളിലും കല്ല് വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ ഈ ഭാഗത്തോട്ട് ജീപ്പ് ഓടിച്ച് പോവും. ഇതിങ്ങനെ താഴോട്ട് ഈ കല്ല് ഒഴുകി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ആ കാണുന്നതൊക്കെ ഏലത്തോട്ടമാണ്. അവിടെ ഏലത്തോട്ടങ്ങളിലെല്ലാം വലിയ മരങ്ങളുണ്ട്. വലിയ മരങ്ങൾ തന്നെ പൊക്കമുള്ള മരങ്ങളാണ്. വലിയ വണ്ണമുള്ള അങ്ങനെയുള്ള ഈ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് അങ്ങനെ കാണുന്ന പോലുള്ള മരങ്ങളല്ല അവിടെ കണ്ടത്. നമ്മൾ ഈ മുകളിൽ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. ഇതിങ്ങനെ ഒഴുകിയാണ് നമ്മൾ അവിടെ ഒരു മാപ്പിൽ കണ്ട പോലെ അത് ഒഴുകി നേരെ താഴോട്ട് ചെന്ന് ഈ ഇടുക്കിയുടെ ജലാശയത്തിലേക്കാണ് ചെന്ന് ഈ വെള്ളം ചെന്ന് പതിക്കുന്നത്. അവിടെ സ്റ്റോർ ചെയ്യുകയാണ്. നമ്മുടെ ബെനീസ് വ്ലോഗ്സിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പിന്നെ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു പോപ്പുലാരിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുക. ഈ വെള്ളം ഇങ്ങനെ നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളമാണ്. അതുകൊണ്ട് ഇങ്ങനെ പാറപ്പുറത്തോടെ ഇങ്ങനെ ഒഴുകി താഴോട്ട് പോവുകയാണ്. ഇവിടെ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. നമുക്ക് അങ്ങോട്ട് ഒരു ട്രൈബൽ ഏരിയയാണ്. നമ്മളങ്ങോട്ട് കടത്തി വിടത്തില്ല. അവിടെ
നല്ല വ്യൂസ് ആണെന്ന് കേട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങോട്ട് നമുക്ക് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് അവിടെ തിരിച്ചു പോരേണ്ടി വന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.